വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഏറ്റവും പഴയ 20 ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 20 ഏകാംബരനാഥ് ടെമ്പിൾ. ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം 600 CE മുതൽ നിലവിലുള്ളതാണ്. 10 ഹെക്ടർ വിസ്തൃതിയിലുള്ള ഈ ക്ഷേത്ര സമുച്ചയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. നമ്പർ 19 മഹാബലിപുര ടെമ്പിൾ. തമിഴ്നാട്ടിൽ 8ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ ഈ ക്ഷേത്രം പല്ലവ രാജവംശമാണ് നിർമ്മിച്ചത്. ശിവനും വിഷ്ണുവിനും പ്രതിഷ്ഠിച്ചിരിക്കുന്ന മനോഹരമായ ക്ഷേത്രമാണ് ഇത്. ഒറ്റഭീമൻ പാറകളിൽ കൊത്തിയെടുത്ത 5 രഥ ആകൃതിയിലുള്ള ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. നമ്പർ 18 ജ്യോതിർലിംഗ ടെമ്പിൾ. ഇന്ത്യയിലുടനീളം ശിവന് സമർപ്പിച്ചിരിക്കുന്ന 12 പവിത്രമായ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുണ്ട്. 1500 വർഷങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം എല്ലോറ ഗുഹകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു. തമിഴ്നാട്ടിലും ഗുജറാത്തിലും ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്നു. നമ്പർ 17 പഞ്ചമുഖി ടെമ്പിൾ. പാകിസ്ഥാനിലെ സിദ്ധിലെ സോൾജിയർ ബസാറിൽ സ്ഥിതി ചെയ്യുന്ന 1500 വർഷം പഴക്കമുള്ള ഒരു ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഇത്. വെളുത്ത കല്ലിൽ നിർമ്മിച്ച ഹനുമാൻ പ്രതിമ അപൂർവ പൈതൃക സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. നമ്പർ 16 പശുപതിനാഥ് ടെമ്പിൾ. ശിവന്റെ ഒരു അവതാരമായ പശുപതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്തുവർഷം 5ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. 246 ഹെക്ടർ വിസ്തൃതിയിലാണ് ക്ഷേത്രം വ്യാപിച്ചു കിടക്കുന്നത്. നമ്പർ 15 കട്ടാസ് രാജ് ടെമ്പിൾ. പാകിസ്ഥാനിലുള്ള ഈ ക്ഷേത്രം AD 6ാം നൂറ്റാണ്ടിലേതാണ്. മഹാഭാരതം, പുരാണങ്ങൾ തുടങ്ങിയ ഹിന്ദു പുരാണങ്ങളിൽ ഈ സ്ഥലം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 14 മൈസൺ ടെമ്പിൾ. മധ്യ വിയറ്റ്നാമിലെ ഉപേക്ഷിക്കപ്പെട്ടതും ഭാഗികമായി നശിച്ചതുമായ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ഇത്. AD 4ാം നൂറ്റാണ്ടിൽ പണിതീർത്ത ഈ ക്ഷേത്രം 142 ഹെക്ടർ വിസ്തൃതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. നമ്പർ 13 കാശി വിശ്വനാഥ് ടെമ്പിൾ. ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം 1780കളിലാണ് പൂർത്തിയായത്. ക്ഷേത്രത്തിന്റെ ആകെ ആസ്തി വരുന്നത് 2024 കണക്കിൽ 6 കോടിയിൽ കൂടുതലാണെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. നമ്പർ 12 മുണ്ടേശ്വരി ടെമ്പിൾ. ഇന്ത്യയിലെ ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം 108 CE നിലവിലുള്ളതും 16-17 നൂറ്റാണ്ടുകളിൽ പൂർത്തീകരിച്ചതാണെന്നും പറയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഈ ക്ഷേത്രം ദുർഗാദേവിയുടെയും ശിവന്റെയും ആരാധനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നു. നമ്പർ 11 ജഗത് പിത ബ്രഹ്മ ടെമ്പിൾ. രാജസ്ഥാനിലെ പുഷ്കറിൽ പുണ്യപുഷ്കർ തടാകത്തിന് സമീപം 14ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് കണക്കാക്കപ്പെടുന്ന ഇത് പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിന് സമർപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. നമ്പർ 10 തില ജോഗിയൻ ടെമ്പിൾ. പാകിസ്ഥാനിലെ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം 9ാം നൂറ്റാണ്ടിൽ നിർമ്മാണം തുടങ്ങിയതും ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുമാണ് ഉള്ളത്. ജോഗിയാൻ പർവ്വതത്തിന് 975 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 9 ദ്വാരകാധീഷ് ടെമ്പിൾ. ജഗത് മന്ദിർ അല്ലെങ്കിൽ നിജാം മന്ദിർ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം BC 2000 നിർമ്മിച്ചതാണെന്നും 15-16 നൂറ്റാണ്ടുകളിൽ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു. കെട്ടിടത്തിന്റെ 72 തൂണുകളിലായാണ് ക്ഷേത്രം താങ്ങി നിൽക്കുന്നത്. നമ്പർ 8 സൽവഗൂപ്പൻ മുരുകൻ ടെമ്പിൾ. ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഈ ക്ഷേത്രം മുരുകനു വേണ്ടിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. AD 3ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. AD 8ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ഗ്രാനൈറ്റ് പല്ലവ ക്ഷേത്രവും ഇവിടെയുണ്ട്. നമ്പർ 7 മഹാബോധി ടെമ്പിൾ. ഇന്ത്യയിലെ ബീഹാറിലെ ഈ ബുദ്ധക്ഷേത്രം 5-6 നൂറ്റാണ്ടുകളിലാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള ബുദ്ധമതക്കാർക്ക് ഏറ്റവും പവിത്രവും ഏറ്റവും ആദരണീയവുമായ തീർത്ഥാടന കേന്ദ്രമാണ് ഇത്. നമ്പർ 6 കേദേശ്വരം ടെമ്പിൾ. ശ്രീലങ്കയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ക്ഷേത്രം BC 300 മുതൽ AD 1500 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് നിലനിന്നിരുന്നത്. ഹിന്ദു ദേവനായ ശിവന് സമർപ്പിച്ചിരിക്കുന്ന 5 ഈശ്വരങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. നമ്പർ 5 മീനാക്ഷി ടെമ്പിൾ. തമിഴ്നാട്ടിൽ മധുരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം CE 6ാം നൂറ്റാണ്ടിന് മുമ്പായാണ് പണിതീർത്തത്. പിന്നീട് 16-17 നൂറ്റാണ്ടുകളിൽ ഇത് പുനർനിർമ്മിക്കുകയും ചെയ്തു. ഏകദേശം 14 ഏക്കർ വിസ്തൃതിയിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. നമ്പർ 4 അമർനാഥ് ടെമ്പിൾ. ഇന്ത്യയിലെ ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യ ഹിന്ദു ഗുഹാ ക്ഷേത്രമാണ് ഇത്. ഏകദേശം 12756 മുതൽ 13000 അടി വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പാണ് പണി കഴിപ്പിച്ചത്. വേനൽക്കാലത്ത് മാത്രമാണ് ഇത് തുറന്ന് പ്രവർത്തിക്കുന്നത്. നമ്പർ 3 ബദ്രിനാഥ് ടെമ്പിൾ. ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം 2600 വർഷങ്ങൾക്ക് മുമ്പാണ് പണി കഴിപ്പിച്ചത്. വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം അലകനന്ദ നദിക്കരയിൽ 3100 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 2 തുംഗനാഥ് ടെമ്പിൾ. ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിൽ 3680 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവക്ഷേത്രമാണ്. പഞ്ചകേദാരങ്ങളിൽ 3ാമതെത്തിയ ഇത് 1000 വർഷം പഴക്കമുള്ള ഒരു പുണ്യക്ഷേത്രമാണ്. നമ്പർ 1 മധുര ടെമ്പിൾ. ഭഗവാൻ കൃഷ്ണൻ ജനിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ജയിൽ മുറിക്ക് ചുറ്റുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 2700 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം നിലനിന്നിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.